മമ്മൂട്ടിയോ മോഹൻലാലോ അവരാരും കാവ്യ വിവാഹം കഴിച്ചില്ലല്ലോ. കാവ്യ വിവാഹം ദിലീപ് കഴിച്ചതിനുള്ള കലിപ്പ് തീർത്തതാണ് ഈ കൊട്ടേഷൻ. ഇപ്പൊ എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോഴും അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ അത് ഓക്കെയായിരിക്കും എനിക്ക് പറയാൻ അറിയില്ല. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. പൾസസുനിക്ക് പല പ്രാവശ്യം ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയത് ആര്? പൾസസുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ മുടക്കിയത് ആര്? സുപ്രീം കോടതിയിലും ഹൈക്കോടതി ആര്? വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ആഷ്മിയെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സാധാരണ മലയാളിക്ക്, ശരാശരി മലയാളിക്ക് മനസ്സിലാകാൻ ചോദിക്കുക, ഈ നടിയെ ആക്രമിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? പൾസസുനി പറഞ്ഞത് ഒരു കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ? എന്ത് പറ്റി? ആർക്ക് വേണ്ടിയാണ് പൾസസുനി അപ്പൊ പറഞ്ഞില്ല? ഇതൊക്കെ പറയാൻ അപ്പൊ മനഃപൂർവ്വം പറയാഞ്ഞതാണല്ലേ? അങ്ങനെയെങ്കിൽ പൾസസുനി എപ്പോഴാ പറഞ്ഞത്? 4 മാസം കഴിഞ്ഞ്. ഇത് 4 മാസം കഴിഞ്ഞ് ഒരു നാടകം ജയിലിൽ നടന്നല്ലോ. ഒരു ഫോൺ അങ്ങോട്ട് കടന്നു. ജയിലിൽ ഒരു മുട്ടുസൂചി കടക്കണമെങ്കിൽ ഉദ്യോഗസ്ഥരെ കടക്കുവോ? ഈ നാടകമൊക്കെ ആരോടാ പറയുന്നത്? പിന്നെ ഇത് ഫ്രെയിം ചെയ്ത കേസാന്ന് പറയാനുള്ള കാരണങ്ങളിൽ ചിലത് ഇതാണ്. അടുത്ത കാര്യം ചോദിക്കട്ടെ, പൾസസുനിയും ദിലീപും തമ്മിൽ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? ഇത് ഡിജിറ്റൽ രേഖയോ വായ്മൊഴിയൊക്കെ അങ്ങ് പോട്ടെ. നന്നായി. പൾസസുനിയും ദിലീപും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ? എന്റെ ഫസ്റ്റ് ചോദ്യം ചെറിയ ലളിതമായ ചോദ്യമാണ്. അടുത്തൊരു കാര്യോട് ഞാൻ ചോദിച്ചോട്ടെ, പൾസസുനിക്ക് ദിലീപ് പൈസ കൊടുത്തല്ലോ എന്നാണല്ലോ ഇവര് പറഞ്ഞത്. ഒന്ന് തെളിയിക്കാൻ പറ്റുമോ സാർ? കാക്കയും പരുന്തും തത്തയൊന്നും കൊണ്ട് പൈസ കൊടുക്കുകയല്ലോ. അല്ല സജി നന്ദിയാട്ട്, ഇവിടെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു റൂമിനകത്ത് ഒത്തുചേർന്ന് ചായയും കശുവണ്ടിയും കഴിച്ച് ചർച്ചയല്ല. അത് ക്യാമറയിൽ പകർന്ന ചർച്ചയല്ല, CCTVയിൽ പറയുന്ന ചർച്ചയല്ല. അത് ഗൂഢാലോചനയാണ്. മറ്റേ ആലോചനയാണ്, ഗൂഢാലോചനയാണ്. തെളിവ് ശേഖരം പാടാണ്. എന്നിട്ട് പോലും ഡോക്യുമെന്റ് അടക്കം ഒരുപാട് തെളിവുകൾ കൊടുത്തു. അതെ, ആ തെളിവുകൾ കോടതിക്ക് ബോധ്യമാവാത്തത് എന്താ എന്ന് നമുക്ക് വിധി പ്രസ്താവത്തിൽ അറിയൂ. ഒരു പ്രശ്നം എന്നാ അറിയോ? നിങ്ങളുടെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. 8.5 വർഷക്കാലം മലയാളിയെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു ദിലീപാണെന്ന്. അതങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു, ബ്രെയിനിൽ റേസായി പോയി. ഭയങ്കരം തന്നെ. നമ്മൾ സാധാരണ പറയാറുണ്ട് 13.5 വയസ്സ് വരെ നമ്മുടെ തലച്ചോറ് ഉറയ്ക്കുന്നത് വരെ നമ്മൾ ശീലിച്ചത് നമ്മൾ ജീവിതാവസാനം വരെ കൊണ്ടുപോകത്തുള്ളത്. മലയാളിയോടും എല്ലാം പറഞ്ഞു ഇവിടെ മലയാള സിനിമയിൽ ഒരേ ഒരു നടൻ ദിലീപ് അല്ലല്ലോ. ഇവിടെ മലയാള സിനിമയിൽ ഒരേ ഒരു നടൻ ദിലീപ് അല്ലല്ലോ. മമ്മൂട്ടിയുണ്ട്, മോഹൻലാലുണ്ട്, പൃഥ്വിരാജുണ്ട്, കുഞ്ചാക്കോവനുണ്ട്, 100%. പിന്നെ ഒരുപാട് നടന്മാരുണ്ടല്ലോ. ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ. ഇവിടെ ദിലീപാണല്ലോ അകത്ത് കാണുന്നത്. അതെല്ലാം മാധ്യമോട് നൽകി വെക്കല്ലേ? അതെ, അതിന്റെ കാരണം ബേസിക് കോഴ്സ് പറയാം, അടിസ്ഥാന പറയാം. അല്ല, അവരാരും കാവ്യ വിവാഹം കഴിച്ചില്ലല്ലോ. മമ്മൂട്ടിയോ മോഹൻലാലോ അവരാരും കാവ്യ വിവാഹം കഴിച്ചില്ലല്ലോ. കാവ്യ വിവാഹം ദിലീപ് കഴിച്ചതിനുള്ള കലിപ്പ് തീർത്തതാണ് ഈ കൊട്ടേഷൻ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? മഞ്ജു എന്ന് പറയണോ? അത് പറ ആഷ്മി, ഇങ്ങനെ പറഞ്ഞു പോവല്ലേ. എനിക്ക് ആഷ്മി വിവാഹം കഴിച്ചത് ആരാ? ദിലീപല്ലേ കാവ്യെ. അതല്ലാതെ മമ്മൂട്ടി മോഹൻലാലോ ഒന്നും അല്ലല്ലോ അവരോട് വൈരാഗ്യം വരാൻ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ദിലീപ് കാവ്യ വിവാഹം കഴിച്ചതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് ഞാൻ എത്രയോ നാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് നിങ്ങൾക്ക് വിട്ടുതരിക. പിന്നെ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ രാഹുൽ ഈശ്വറിനെ ഇപ്പൊ നിങ്ങൾ ചർച്ചയിലെല്ലാം വിളിക്കും. രാഹുൽ ഈശ്വരൻ ചർച്ചയിലെല്ലാം വിളിച്ച് പാവത്തെ ഇട്ടിട്ട് അവസാനം അത് ആഘോഷിച്ചു. രാഹുൽ ഈശ്വരനെ അകത്തോട്ട് ഇട്ടപ്പോഴും നിങ്ങൾ ആഘോഷിച്ചു. ഒരു സുഖം. നിങ്ങൾക്ക് പ്രശ്നം എന്താ? ക്ഷീരമുള്ള അകിടിൻ ചോട്ടിലും കൊതുകിന് പ്രിയം ചോര തന്നെ. നിങ്ങൾക്ക് സജീവന്തിയുടെ അകത്ത് പോകുന്ന ഇഷ്ടമാ. നിങ്ങൾക്ക് അത് അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് താങ്കൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ വേണ്ട. ആ ബ്ലാങ്ക്സ് ഫിൽ ചെയ്ത ഒരാൾ പോകുമ്പോഴേ വാർത്തയുള്ളൂ. ദിലീപ് അകത്ത് പോയാലേ വാർത്തയില്ല. നിങ്ങൾക്ക് ദിലീപ് അകത്ത് പോയാൽ നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാം, പരസ്യ ചാർജ് കൂട്ടാം, പ്രേക്ഷകരെ കൂട്ടാം. ഓ, അതൊക്കെ അറിയാലേ. പിന്നെ ദിലീപ് അകത്ത് പോയ സമയത്ത് ഇവിടുത്തെ ഒരു സീരിയൽ പോലും കാണാൻ ആളില്ലായിരുന്നു. അത്രയ്ക്കും ആൾക്കാരെ നിങ്ങൾ കൊണ്ട് ദിലീപിനകത്തിട്ടത് മാധ്യമങ്ങളാണോ? ശരി, മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ദിലീപിനെ പിടിച്ച് അകത്തുണ്ടാക്കാമെന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചു. മാധ്യമങ്ങളുടെ കോടതി മാധ്യമങ്ങളുടെ ജയിലിൽ പിടിച്ചിട്ടാണോ? അല്ലല്ലോ. ഇതൊരു കത്ത് പുറത്തു വന്നു. ആ കത്തുമായി DGP എടുത്ത് പോയ ആരാ? ദിലീപാ. ഇതിന് കൂടാതെ അന്വേഷിക്കണമെന്ന് അല്ലേ? കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഇതിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തൊരു ബഹളമായിരുന്നു. ആഷ്മിയൊക്കെ കോർട്ടിൽ തുള്ളിച്ചാടുകയായിരുന്നല്ലോ. എല്ലാ ചാനലുകാരും ഇല്ലില്ല ദിലീപ് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലേ എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും അറിയില്ല. അതേ മുഖ്യമന്ത്രിയുടെ പോലീസല്ലേ സാറേ ദിലീപിനെ പിടിച്ചകത്തിട്ട് 84 ദിവസം ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ പോലെയാ.
ഇതെല്ലാം അതേ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസല്ലേ സാറേ ദിലീപിനെ പിടിച്ച് 84 ദിവസം അകത്തിട്ടെ? അത് തമാശ. നിങ്ങളുടെ സങ്കടം പറഞ്ഞോ. നിങ്ങൾക്ക് അനുകൂലമായി പറയുന്ന കുറെ പാനലിസ്റ്റിനെ കൊണ്ടിരുത്തിയിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ദിലീപ് തെറ്റ് ചെയ്യില്ലെന്ന് വിശ്വസിച്ചിട്ടുണ്ട്. ഇപ്പോ വിവരം ബോധമുള്ളവർ. പിന്നെ നിങ്ങൾ കഥ ഇങ്ങനെ മെനയും. നിങ്ങൾ കഥ പറയാൻ മിടുക്കന്മാരാ. ചെയ്തോ. ജോലിയല്ലേ. താങ്കൾ fill in the blanks എന്ന് പറഞ്ഞത് ഇവിടെ ബോധവും വിവരമുള്ളവർക്ക് ഒരു ചെറിയ ടൈനി എവിഡൻസ് കൊടുത്തിട്ട് നിങ്ങൾ ഈ ചാനലിൽ ഇരുന്നോട്ട് സംഗതി കുലുമാലാവും. അയ്യോ ഇന്നലെ വൈകിട്ട് പറഞ്ഞ എന്താ ധാരാളം ചെലവുണ്ട്. 20 വർഷം തടവ്. 20 വർഷം തടവ്. എവിടെയാ ആയുർവേദം എവിടെയാ? നമ്മുടെ കോയമ്പത്തൂർ ആയുർവേദശാലയിലാണ് തടവ്. എന്തൊക്കെ കഥകളാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞ ആ തെളിവ് കൂമ്പാരം കോടതിക്ക് ബോധ്യപ്പെടാത്തതാണല്ലോ പ്രശ്നം. അത് ബോധ്യപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന് വിധി പ്രസ്താവം വരട്ടെ, നമുക്ക് അപ്പൊ ഇരിക്കാം. താങ്കൾ പറഞ്ഞില്ലേ fill in the blanks. വേണ്ട, fill in the blanks ഈ കേസിൽ കുറ്റമുക്തനായ 8ാം പ്രതി കുറ്റമുക്തനായി ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു. കേൾപ്പിക്കാവോ സജീവൻ ചേട്ടാ? താങ്കൾ fill in the blanks പറഞ്ഞു. വേണ്ട, ഈ കേസിൽ കുറ്റമുക്തനായി ഇറങ്ങിയ 8ാം പ്രതി ഇറങ്ങിയപ്പോ തന്നെ ആദ്യം പറഞ്ഞ ആ ബ്ലാങ്ക്സ് ഫിൽ ചെയ്തു. ദിലീപ് പറഞ്ഞു കേൾക്കൂ. നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ശരി, ദിലീപ് എന്ന് പറഞ്ഞു കേൾക്കൂ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന. ഭീകരനാണോ ഭീകരൻ? കൊട്ടും ഭീകരൻ. ഇന്ന് കോടതി വിധി വന്നിരിക്കുന്നു. ഈ കോടതി വിധി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താനല്ലേ ആഷ്മി ഈ ചർച്ച? എന്നാര് പറഞ്ഞു? നിങ്ങൾ ഹോമിയോ ഗുളിക പോലെ അകത്ത് കയ്പ് വെച്ചിട്ട് മധുരം വെക്കല്ലേ പ്ലീസ്. എന്നാരും പറഞ്ഞു? എന്നാരും പറഞ്ഞില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ? എന്നാരും പറഞ്ഞില്ല. ഇന്ന് മോശമാണെന്ന് കാണിക്കാൻ 3-4 പേരെ കൊണ്ടിരുത്തിയിട്ട് അതിലെ പുട്ടിന്റെ തേങ്ങാപ്പൂര പോലെ എന്നെ കൊണ്ടിരുത്തിയിരിക്കുക. ഞങ്ങൾ അങ്ങനൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്റെ ആഷ്മി, സാമാന്യ ബുദ്ധി ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾ കഴിക്കുന്നതും അരിയാഹാരവും ഗോതമ്പും ഒക്കെയാ. നിങ്ങൾ പറഞ്ഞ് ചാനലുകളുടെ എല്ലാം വിശ്വാസം പൊക്കൊണ്ടിരിക്കുക. താങ്കൾ നേരത്തെ പറഞ്ഞു കാവ്യ മാധവനെ വിവാഹം കഴിച്ചതിൽ ആർക്കുള്ള കരിപ്പാണെന്ന് പറഞ്ഞത് നടൻ ദിലീപ് തന്നെ നടത്തി. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. സജി എങ്ങനെ ഒരു ശിക്ഷാവിധി എഴുതരുത്, അല്ലെങ്കിൽ എങ്ങനെ ഒരു വിചാരണ കോടതി പ്രവർത്തിക്കരുത് എന്നതിന്റെ അക്കാഡമിക്കൽ തെളിവാവോ ഇന്നത്തെ വിധി? പ്രശാന്ത് പറഞ്ഞ പോലെ അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. തെളിവില്ലാതെ ശിക്ഷിക്കണം എന്നുള്ളതാണെങ്കിൽ അങ്ങനെ ആവും. തെളിവില്ലാതെ ഒരാളെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു പോകാം. ഇതിലെ കോൺഫറൻസ് നടത്തിയ ആരാന്ന് ഞാൻ പറയട്ടെ. ആഷ്മിക്ക് പറഞ്ഞോട്ടെ, ജനങ്ങൾക്ക് പറയട്ടെ. പറയൂ ആഷ്മി പറയാൻ പോവാ. പറയൂ. ഇതിൽ കോൺഫറൻസ് നടത്തിയ ദിലീപ് അല്ല. പൾസർ സുനിക്ക് പല പ്രാവശ്യം ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയത് ആര്? പൾസർ സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ലക്ഷങ്ങൾ മുടക്കിയത് ആര്? സുപ്രീം കോടതിയിലും ഹൈക്കോടതി ആര്? പോലീസ് തന്നെ അന്വേഷിക്കാത്തെ, പറയാത്തെ? ആ പണം മുടക്കിയത് ആരോ അവരാരാ? ഞാനാണ് അന്വേഷിച്ച് പറഞ്ഞത്. നിങ്ങൾ ഇതുവരെ പൊട്ടിക്കാൻ പോകുന്നവർ താങ്കളാ? പൊട്ടിച്ചല്ലോ. ഇല്ല, പൊട്ടിച്ചില്ല. ഇനി ഇത് ആവർത്തിക്കരുത്. ഹൈക്കോടതിയിലെ പണം മുടക്കിയത് ആര്? ഒരു ഹൈക്കോടതി കേസ് കളിക്കണമെങ്കിൽ വ്യവഹാരം നടത്തുന്നവർക്ക് അറിയാം. 10 തവണ ജാമ്യത്തിന് പോയി. എത്ര പൈസ? സുപ്രീം കോടതി പോയി ജാമ്യത്തിന് വേണ്ടി. ഈ പണം മുടക്കിയത് ആര്? അവരാണ് സാർ ഈ കോൺഫറൻസ് ചെയ്തത്. ഒരു മാറ്റവും ഇല്ലല്ലോ. പോലീസ് എന്തുകൊണ്ടാണ് പൾസർ സുനിക്ക് വേണ്ടി പണം മുടക്കിയവരെ അന്വേഷിക്കാഞ്ഞത്? ഇതേക്കുറിച്ച് അന്വേഷിക്കേ. സമൂഹം കേൾക്കട്ടെ. നിങ്ങൾ പിന്നെ ചറ പറ കുറെ ആരോപണം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. അല്ല, ബൈജു കൊട്ടാരക്കര സൈജാണ് പറഞ്ഞത് ശരിയാ. ഈ പറയുന്ന സാധാരണ ഡ്രൈവർക്ക്, ഒരു ദിവസക്കൂലിക്കാരന് കോടതിയിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് പോകാൻ സ്വന്തം കാശ് മുടക്കി പണം എവിടുന്ന് അന്വേഷിക്കണം. ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ